യോ വാട്ട്സപ്പ് ഗായ്സ്, നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഗ്രാനി ചാപ്റ്റർ 2 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈയിടത്തെ എസ്കേപ്പിങ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം വീട്ടിൽ ഇരുന്നപ്പം അമ്മ ഗ്രാനി ഡിലീറ്റ് ചെയ്തു ഗൈസ് ഫോണിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഗ്രാനി 2 തന്നെ ഒന്നും കൂടെ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫുൾ സൗണ്ടിലാണ് വെക്കുന്നത്. ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇച്ചിരി ഹൊററാണ് ഗൈസ്. ഇപ്പോൾ ഗ്രാനി കളിക്കാൻ പേടിയാണ്, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. സീനാണ് കാര്യം പറഞ്ഞ് പറയാറില്ല. എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ടെറിബിളാണ് ഗൈസ്, ഇഷ്ടമില്ല സൗണ്ട് എനിക്ക്. കുറേ സാധനങ്ങൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടി വരും, കാരണം ഫോണിനകത്തുനിന്ന് ഗെയിം ഡിലീറ്റ് ആയി പോയാൽ പിന്നെ നമ്മൾ കളിച്ച എല്ലാ സാധനവും വെച്ചടത്തുനിന്ന് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഇത് കളിക്കേണ്ടി വരും. കടന്നേക്കാൻ നമുക്കൊന്നും കൂടെ കളിക്കാൻ പോകാമല്ലോ, നമുക്ക് ടൈമല്ല ഗൈസ് കിടക്കുന്നത്. ഇനി കളിക്കുക എപ്പോഴും നീടാക്കാം. ഓ ഗൈസ്, ക്രോബാർ ഗൈസ്, സിമ്പിളായിട്ട് എടുത്തിട്ട് വരാം നമുക്ക് ക്രോബാറൊക്കെ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ ഗ്രാനി കളിക്കണം ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇനിയും ഗ്രാനി തൈ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടേപ്പ് ആവശ്യമുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല. ടേപ്പ് നമുക്ക് ഇവിടെ കയറാം. ഇവിടെ കയറിയിട്ടുണ്ട് നമ്മൾ. ഓ, നമ്മൾ ഈയിടെ കളികളുടെ എന്ത് സ്ഥലത്ത് തന്നെയാണ് സ്കീയല്ലായിരിക്കുന്നത്. ഇവിടെ കളിച്ച സ്ഥലത്ത് ഗൈസ് സൗണ്ട് കേട്ടു. ഞാനിപ്പോൾ വരുമായിരിക്കും മിക്കവാറും. ഓടിക്കും, എനിക്കൊരു കുഴപ്പമില്ല, മാറുന്നില്ല. ഗ്രാനിയാണോ വരുന്നത്? ഞാൻ പേടിക്കുന്നു. ഭക്ഷണം ഇങ്ങോട്ട് വന്നപ്പോൾ ആരാണല്ലോ ഒന്ന് പേടിക്കും ഗ്രാനിയെ കണ്ട. ഗ്രാനി കളിക്കുമ്പോൾ ഗ്യാസോലൈൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് നല്ല ആവശ്യമുണ്ട് ഗൈസ്. ഗ്യാസോലൈൻ ആ സാധനം ഉണ്ടല്ലേ വല്ലതും നടക്കത്തുള്ളൂ നമുക്ക്. വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണ് ഗൈസ് ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ എന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി. പെഡ്ലോക്ക് ഡേയ്സ് നമുക്ക് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പറയണ്ടല്ലോ, കാണിക്കാം. അങ്ങനെ നമ്മൾ പെഡ്ലോക്ക് കീയുമായി നമ്മൾ ഗ്രാനിയെ തട്ടാൻ പെഡ്ലോക്ക് എന്തിനാന്ന് നിങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. 5 മിനിറ്റ് കഴിയിട്ട് കാണിക്കുന്ന പെഡ്ലോക്കിൻ്റെ ഗുണം എന്നതാന്ന്. ഒരു സാധനവും ഇല്ലാത്ത വീട്ടിലോട്ട് ഗ്യാസോലയിൽ സാധനം തപ്പണം കേസ്. നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല ഗെയിം. നമുക്കതിനകത്ത് 5 പ്രാവശ്യം ചത്താലും എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് ഇത് കണ്ടുപിടിക്കാം. 5-6 പ്രാവശ്യം നമുക്ക് ചത്തിട്ട് സ്ഥലത്തിരിക്കുന്ന സാധനം നമുക്ക് മാറ്റിയിട്ട് പുതിയ സാധനം നമുക്ക് കണ്ടുപിടിക്കാം. അതായിരിക്കും നല്ലത്. കാരണം ഈ ഗ്യാസോയിൽ എന്നൊക്കെ ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാണല്ലോ ഒരു കൊല്ലം കഴിഞ്ഞ് അതൊക്കെ കണ്ടു. ചത്ത് എടേ ചങ്കിടിക്കുന്ന കേസിൻ്റെ എന്തോ ഒരു പിടുത്തു വരുന്നു. ഞാൻ വിചാരിച്ചില്ല അവിടെ നിന്ന് ഇത്രയും പനിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ പിടിച്ചു കേസ് ഗ്രാനി. ഞാനിവിടെ പിടിച്ച വീഡിയോയ്ക്ക് എത്തുന്നത് പകുതി ഭാഗം കട്ടായിപ്പോയി. ഒന്നും തോന്നരുത്, ഞാൻ അതും കൂടെ പിടിച്ചിടുന്നതായിരിക്കും. ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ പകുതി വരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ സാധനം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് തള്ള. അതുകൊണ്ട് എനിക്കറിയില്ല. നമ്മുടെ കീയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കറിക്കോ പിന്നെ അവരെ ഞാൻ കാണിച്ചു കൊടുക്കാം ഗൈസ്. അവരെന്നെ തട്ടിയിട്ട് ഒറ്റയ്ക്ക് വലിയ കാണിച്ചങ്ങ് പോകും. ഞാനിങ്ങോട്ടൊരു കൊടുത്തു കഴിയുമ്പോൾ അവരിങ്ങോട്ട് വരും. ആ ടൈമിങ്ങിൽ നമ്മൾ നൈസായിട്ട് കറിയുന്ന വെടിയും വെക്കും. ബാ 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 ആ വേഗം ഒന്ന്, എനിക്ക് ടൈമില്ല, എനിക്ക് വേഗം പോകണം. ആ
അത് ഇവരിത് എവിടെയാടി? കുറെ നേരമായില്ലേ ഞാനോട് പോകാൻ വിളിക്കുന്നു. എനിക്ക് പേടിയാണ്. ഇവര് ഞാനും പെട്ടെന്ന് നീ ഇനി വന്നിട്ട് കളിക്കുക. എന്താ വേണം എടേ? ഇതെന്തുവാടെ? ഇവരെ കാണുന്നില്ലല്ലോ. ചേടാ ഓ, പിക്ചർ ഇവിടെ ഉണ്ട് ലാസ്റ്റും. അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാന്ന് ഞാൻ കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. ഹെഡ്ഷോട്ട് കൊടുക്കാം. സീൻ ഹെഡ്ഷോട്ടാണ് ഞാൻ കൊടുത്തത്. ഗവൺമെൻറ് അവിടെ തന്നെ കിടക്കട്ടെ, കാരണം നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൊടുക്കുന്നത്. വേഗം പോ പൊട്ടാ, വേഗം പോ. സിമ്പിളായിട്ട് നമുക്ക് കൊല്ലാവുന്നേ ഉള്ളൂ. ഈ സ്ക്രാനില്ല നമുക്ക് അവിടെ പിക്ചർ ഇട്ടിട്ട് അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വിടാൻ വിടുന്ന നൈസായിട്ട്. അടുത്ത പിക്ചർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓ, മറയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാര്യം. ഓഹോ, ഈ സ്ഥലം എപ്പോഴും വിട്ടുവിട്ട് പോകുന്നു ഗൈസ്. എൻ്റെ ഈ കോമഡി ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അതെനിക്കറിയാം. കാരണം നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ താല്പര്യപ്പെടാൻ ചാൻസ് ഇല്ല. അതായത് നമുക്ക് ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബും ചെയ്യുക. നമുക്കൊരു സന്തോഷം. ട്രൈ ഗൈസ്, ചിലപ്പോൾ നടക്കും. എനിക്ക് യൂട്യൂബറാണെന്ന് ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഞാൻ ചാനലൊക്കെ വിട്ടു. പിന്നെ ഞാനൊരു ഗെയിമിംഗ് ചാനലോട്ട് വീണ്ടും വന്നു, സച്ചു ഗെയിമിങ്. അപ്പോൾ ആ ചാനൽ ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. നമുക്ക് കളി ആരംഭിക്കാം വീണ്ടും. ഇവരെ കാണുമ്പോൾ ദേഷ്യമാണ് ഗൈസ്. ഇതിൻ്റെ അടിയിലോട്ടെങ്ങാനും പോയാൽ തീർന്നെങ്കിൽ ഗൈസ്. ഇവർ ഒരാളെ കാണത്തുള്ളൂ, പക്ഷെ ഇവരെ കൊല്ലാനും കാര്യത്തിനൊക്കെ നല്ല വരരുതേ. ഇവിടെ ചത്തില്ലടേ. ആ സാധനത്തിന് നമുക്ക് കൊല്ലണം ആവശ്യമുണ്ട്. അവിടെ ആയിരിക്കും മറ്റേത് കിട്ടുന്നത്. എന്തുകൊണ്ട് പേടിയാൻ വിട്ടുപോയി. കറക്റ്റ് മേത്ത് അടിക്കുന്നു. ചാവാത്തേ ഇത്ര അടുത്ത് വെച്ചില്ലേ വെടിവെച്ച് ചാവുന്നില്ലേ. ഗണ്ണെടുക്കുമ്പോൾ അവരില്ലേ കൊടുക്കുക. എന്തോ ശല്യമൊക്കെയാണ്. ശല്യമൊക്കെ മുടിഞ്ഞ ശല്യമാണ്. വരരുത് പ്ലീസ്. I beg your pardon. Please don't catch me. Yes guys, നമുക്ക് ഒരു വട്ടം വെച്ചാൽ നമുക്ക് സെറ്റ് ആകാം. ഈ സാധനം പൊട്ടിയ വീണ്ടും ഞാൻ ഓർക്കുന്നു. ഞാനത് കുഴിയിട്ട് പോയി പറഞ്ഞു. ഈ പേടിയാണ്, പേടിയാണ്. തള്ള ഞാൻ കണ്ടു നൈസായിട്ട് ഞാൻ തള്ള ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ ഇട്ട കക്കൂസിലാണ് നമ്മൾ സാധനം പിടിക്കുന്നത്. എന്നിട്ട് പാട്ടൊക്കെ വേണ്ട പണിയാൻ പേടിക്കണം. എന്നടേ പേടിയൊന്നും ഇല്ലാത്തൊരുത്തനാണ് ഞാൻ. നമ്മുടെ പിന്നെ നാശം വിളിക്കുന്നത് ഈ സാധനം പറഞ്ഞാൽ മറ്റേ ഗ്രാൻഡ് ബെൽ എന്ന് പറഞ്ഞ ഉള്ളതല്ലേ ചോദിച്ചിട്ട് ഉണ്ടായിരുന്ന കൊണ്ടൊക്കെ. അതെല്ലാവർക്കും കിട്ടും, ആർക്കും വേണമെങ്കിൽ. തോക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ മണ്ടയ്ക്കോട്ട് വിട്ടു. തള്ള ഇപ്പം ഇവിടെ ആയിരുന്നു. ഇനി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യും. ഇവിടെ പറയാമല്ലോ. ഞാൻ വിട്ടു വേറെ വിട്ടു. അവരിവിടെ കാണൂ ഗീസ്. ഭാഗ്യം ഇല്ല.
അവിടെ ഇല്ല ഗൈസ്. നമ്മളപ്പോൾ തോക്ക് വെച്ചുകൊണ്ട് വെടി വെക്കുന്ന പരിപാടിയാണ്. ഹെലികോപ്റ്ററിൻ്റെ അവിടെ നിന്ന് എത്തിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡും സിമ്പിളായിട്ട് വെച്ചു നമ്മൾ ഇങ്ങോട്ടൊന്നും ഗ്രാനി വരില്ല ഗൈസ്, കാരണം ഫൈനലി ഗൈസ് ഇങ്ങോട്ട് വീണ നമ്മൾ മിക്കവാറും സാധനം വെക്കണം. ഗ്ലാസ് ഫിഷ് തപ്പണം ഗൈസ്, ഗ്ലാസ് ഫിഷ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ തപ്പണം. ഗ്ലാസ് ഫ്യൂസ് എന്നൊരു സാധനം നമുക്ക് ആവശ്യമുണ്ട്. ഗ്ലാസ് ഫ്യൂസ് മണിയടിക്ക് വാങ്ങി ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. അണ്ണാക്കി അടിക്കുക. ഓ പെഡലോക്കി പാഡ്ലോക്കി ഇംഗ്ലീഷ് കാണിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പെഡലോക്ക് എന്നൊക്കെ പറയുന്നത്. എന്തുകൂടെ ഒരു അളിഞ്ഞു വെച്ച സൈറ്റ് വീഡിയോ കാണണ്ട സൈറ്റിലിട്ടാണ് ഡോർ ലോക്കാണ് ഗൈസ്, അല്ലാതെ വേറെ നല്ലത് പ്രത്യേകിച്ച്. ആ സമയം ആവശ്യമില്ല ഗൈസ്, എന്തിനാവശ്യമില്ല സാധനം. ക്രോബാറൊക്കെ എങ്ങനെയായിരിക്കും? ഫൈനലി ഗൈസ്, ആ കണ്ടോ നിങ്ങൾ അടിച്ച രീതി? ഹെലികോപ്റ്റർ കീ അടിച്ച രീതി കണ്ടോ? തള്ളക്കിട്ട് കഴിവ് വേണ്ടേ ഇതിനൊക്കെ? അടിച്ച രീതി കണ്ടോ നിങ്ങൾ? ജസ്റ്റ് ഇതിനാ അടിച്ചേ. പറ്റുമോ നിങ്ങളെ കൊണ്ട്? എന്തോ കീ ബോട്ട് കീ. നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാം ഗൈസ്, ട്രൈ ചെയ്യാം ബോട്ട് എസ്കേപ്പ്. ഹെലികോപ്റ്ററോ നമ്മൾ അവിടെ വരെ എത്തിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എസ്കേപ്പിന് പകരം ചെയ്യുന്നത്. നമുക്കപ്പോൾ എന്തോ എടുക്കണമെന്ന് എനിക്കൊരു ഉറപ്പില്ല ഗൈസ്. ഗണ്ണിനകത്ത് ഉണ്ടയില്ല ഗൈസ്. ഞാൻ പിന്നെ അവരില്ലേ പോയേ, അവർ വീണ്ടും ഏറ്റിട്ടുണ്ട്. എനിക്കറിയില്ല നമ്മൾ ആവുമോന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ട് ഗൈസ്, ഇതൊരിതും അറിയത്തില്ല. ഗ്രാനിയാണോ ആ കാറെന്ന് എനിക്കറിയില്ല. ഒരു അടിയിലോട്ട് വരും, എനിക്ക് ഉറപ്പില്ല, തോന്നുന്നില്ല ഗൈസ് അടിയിലോട്ട് വരുമെന്ന് എനിക്ക്. ബോട്ട് എസ്കേപ്പിന് ബോട്ടിലൂടെ ഇടണം ആവശ്യമുണ്ട്. ഈ ബോട്ടിൽ ഇവിടെ കയറണം. ഈ ഗ്യാസ് ഓലൈൻ എവിടെയാണ് ഗൈസ്? ഈ ഗ്യാസ് ഓലൈൻ എവിടെ എനിക്ക് ഇടേണ്ട ആവശ്യമുണ്ട് ഗൈസ്. പാഡ്ലോക്കി ആവശ്യമുണ്ട്, പറഞ്ഞില്ല ഞാൻ. ഇനി മറ്റേ പാഡ്ലോക്ക് കീ എടുക്കണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആ സാധനം എവിടെയായിരുന്നു? ഞങ്ങൾ മണ്ടയ്ക്കുണ്ട് ഗൈസ്. മണ്ടയ്ക്ക് ആ പാഡ്ലോക്ക് കീ ഉണ്ട്. ഇത് കൊണ്ട് നമ്മൾ തപ്പണം. പാഡ്ലോക്ക് കീ അറിയാലോ, പാഡ്ലോക്ക്. ഓക്കെ, പാഡ്ലോക്ക് കീ. ഈ കീ കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. അത് ഗാസോലൈൻ എന്ന് പറഞ്ഞ സാധനം വേണം. ഗാസോലൈൻ എവിടെയാണെന്നറിയാമോ നിങ്ങൾക്കത്? ഇല്ല. ക്രോബർ അതിൻ്റെ അടിയിലാണ് ഗൈസ്. നമുക്ക് എടുക്കണം, എല്ലാം നമ്മൾ തപ്പണം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മളീ വീട് ഫുൾ അരിച്ചു കുറിക്കൽ നമുക്ക് എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഓ ഗൈസ് തള്ളയിപ്പോൾ വരും. യു മേക്ക് മീ ഹാപ്പി, യു മേക്ക് മീ. ക്രോബാർ എനിക്ക് ഈ കയ്യിൽ കിട്ടി, കണ്ണിൽ പെട്ടോളെ ഞാൻ ചുമലിൽ വിളച്ചോളാം, എന്നെ കണ്ടാൽ മേരി വിളച്ചോളാം, പെട്ടോളെ ചുമലിൽ ഒലിച്ചോളാം. പ്ലീസ് വേഗം വേഗമാട്ട്, നമുക്കൊന്ന് പോകണം ഇവിടുന്ന്.
ഇവരെ തട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ല ചുമ്മാ ഇവരൊന്നും ഉടായ്പ് വരത്തുമില്ല. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളൂ ഓരോ ഗ്രാനിയാണ് നിങ്ങൾ പറ. അവർക്കൊക്കെ എന്തുവാ കഴിവ്? പഠിക്കാതെ അയ്യോ ഗൈസ് ഉണ്ടല്ലോ. നമ്മുടെ കയ്യിലുണ്ടയില്ല ഗൈസ്. നമ്മൾ പിന്നെ എന്ത് ഓർത്തിട്ടാണ് ഗൈസ് ഇവിടെ വരെ വന്നേ? നമ്മുടെ കയ്യിലുണ്ടയില്ല. നമ്മുടെ കയ്യിലുണ്ടയില്ലായിരുന്നു ഗൈസ്. അങ്ങനെയായി. നമ്മുടെ കയ്യിലുണ്ടയില്ലായിരുന്നു ഗൈസ്. ഈ സാധനം പൊട്ടിക്കാനും ക്രോബാർ ഓണം. ഇതിനകത്തായിരിക്കും ചിലപ്പോൾ ഗ്യാസ് ഓലയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിടാം. നമ്മുടെ കാലിലേറെ ചട്ടൊക്കെ വന്നു തുടങ്ങി. കാരണം നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇനി വീഡിയോ കംപ്രസ് ചെയ്ത് യൂട്യൂബ് ഇടണം. ശരി, ഇതെന്ത് ശല്യം! വട്ട ശല്യം. അവരെല്ലാം കൂടെ വരട്ട്. നമുക്കപ്പം നേരെ എല്ലാം കൂടെ അങ്ങ് മണ്ടയ്ക്ക് വരുന്നുണ്ടവർ. അവിടെ നിന്നുണ്ട് ഗൈസ്. ആക്ച്വലി പൊട്ടയാണ് ഗൈസ്. ആക്ച്വലി ഒരു മന്ദബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൊട്ടി ഗൈസ്. നമുക്കത് പെടിലോക്കല്ല ഈ സാധനം. കട്ടിങ് പ്ലെയേഴ്സ് സാധനം ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് തിരവ് കൂടെ തൽക്കാലം ഒളിച്ചിരിക്കാം. വീഡിയോ എങ്ങനെയാണ് ഗൈസ് കംപ്രസ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് ഗ്രാനിയാണ് ഗൈസ്. ഉണ്ടല്ലോ നിങ്ങൾ ഗ്രാനി. സിമ്പിളായിട്ട് നമ്മൾ മാറ്റിച്ചില്ല ഗ്രാനിയൊക്കെ. ഇതാണ് ഗൈസ് നമ്മുടെ പവർ. ഗ്രാനി ഗ്രാനിയെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഗ്രാനി പോയെന്ന് തോന്നുന്നു. പോയി ഗൈസ്. നമുക്ക് നൈസായിട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഗ്ലാസ് ഇത് പൊട്ടിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. പൊട്ടിച്ചില്ലെങ്കിലും വലിയൊന്നുമില്ല ഗൈസ്. മനസ്സിലായല്ലോ. നമുക്കിനി പോകേണ്ട സ്പീഡ് നടക്കുന്ന ഇതിലെ കൂടെയാണ് ഗൈസ്. കൺട്രോൾ ഹെലികോപ്റ്റർ ഗൈസ്. നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പാണോ ചെയ്യുന്നത്? ഇവർ പേടിപ്പിക്കുവാണല്ലോ ഗൈസ്. ഗ്രാനി എന്നെ കണ്ടില്ലേ? അവരെന്നെ കണ്ടില്ല. സ്പാർക്ക് പ്ലഗ് കിട്ടാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട. എന്തുവാണ് ഈ സ്പാർക്ക് പ്ലഗ് മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. ഒന്നുമില്ല ഗൈസ്. പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ഗൈസ്. ചുമ്മാ പൊട്ടിക്കല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. വേറെ ഒന്നും നടക്കത്തില്ല. ഒരു തേങ്ങ നടക്കത്തില്ല. ഒന്നും നടക്കില്ല. ഓ ഗൈസ്, ഒരു കാര്യം മറന്നുപോയി. ഇവിടെ
ഇതുകൊണ്ട് വല്ലതും പൊട്ടിക്കാൻ പറ്റുമോ? എനിക്ക് 2 സാധനത്തിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ബോട്ടിൻ്റെ മറ്റേൻ്റെ ഒക്കെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട്. എന്താ എനിക്കൊരു പേടിയും വരില്ല. ഡേ 4 ആയി ഗൈസ്. ഗ്യാസോലയിൽ ഇതെവിടെയാണ് ഗൈസ് കിട്ടുന്നത്? ഈ സ്പാർക്ക് പ്ലഗ് എവിടെയാണ് കിട്ടുന്നത്? പിന്നെ എൻ്റെ സ്പാർക്ക് പ്ലഗ് എന്ന് അവർ പറഞ്ഞു. എല്ലാ സാധനവും ആണോ? ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. അപ്പം ബൈ.